ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്ന ദ ഗോട്ട് ടൂറിന്റെ ആദ്യ എപ്പിസോഡ് അമ്പേ പരാജയമായിരുന്നു. അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ത്യക്കാരെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ ആക്ഷേപത്തിന് ഇന്ത്യക്കാരാണോ അർഹർ? കുറ്റക്കാരാരാണ്? ഇന്ത്യക്കാരല്ല, ബംഗാളാണ് കുറ്റക്കാർ, ബംഗാളികളാണ്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മമതാ ബാനർജിയുടെ ഭരണകൂടമാണ് തെറ്റുകാർ എന്ന് നമുക്ക് ആവർത്തിച്ചുറപ്പിച്ച് പറയാം. കാരണം ഇതിനെക്കാട്ടി കൂടുതൽ ആളുകളെ വളരെ മനോഹരമായിട്ട് ഹൈദരാബാദിൽ മാനേജ് ചെയ്യാൻ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഒഡീഷയിൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ദിവസം ഇതിനെക്കാട്ടി കൂടുതൽ ആളുകളെ അവർ മാനേജ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അഹമ്മദാബാദിൽ കോൾപ്ലേ കോൺസെർട്ട് നടന്ന സമയത്തും എത്ര ആളുകളെ അവർ മാനേജ് ചെയ്തു. എന്തിനേറെ പറയുന്നു, എല്ലാ ദിവസവും മണ്ഡലകാലത്ത് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ ഇതിനെക്കാട്ടി കൂടുതൽ ആളുകളെ മാനേജ് ചെയ്യാൻ, മോബിനെ മാനേജ് ചെയ്യാൻ നമ്മളുടെ ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ 1,00,000-ൽ താഴെ മാത്രം വരുന്ന ജനങ്ങളെ ഹോൾഡ് ചെയ്യാൻ കഴിയാതിരുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബംഗാളിലെ ഭരണകൂടത്തിന്റെ തകർച്ച തന്നെയാണ്. പിന്നെ അതിന്റെ ബാക്ക്എൻഡിലേക്ക് എടുത്തു പോയി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട് ആരാധകർ പ്രശ്നമുണ്ടാക്കി എന്നുള്ള കൃത്യമായ മറുപടി കാണാൻ കഴിയും. കാരണം 5,000 രൂപ മുടക്കി ലയണൽ മെസ്സിയെ ദൂരെ നിന്ന് ഒരു നോക്ക് കാണാൻ വന്നവരെ മുഴുവൻ മോശക്കാരാക്കുന്ന തരത്തിലുള്ള സമീപനമായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുടെ അനുചരന്മാരോടെ കാഴ്ചവെച്ചത്. അവരുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം മെസ്സിയെ പിടിച്ചു വെച്ച് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അവസരം കിട്ടി. സുരക്ഷാ വേലികളും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറികടന്ന് തൃണമൂലിന്റെ മേധാവികളും മമതയുടെ അടുപ്പക്കാരും അടുത്തേക്ക് പോയി ആ പരിപാടി കുളമാക്കുകയായിരുന്നു. പേരുകൾ എടുത്തു പറയാനാണെങ്കിൽ ഓരോരുത്തരെയായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയും. ആകാശ് ബാനർജി മമതാ ബാനർജിയുടെ നെഫ്യൂ ആണ്. അതുകൂടാതെ അഭിഷേക് ബാനർജിയുടെ കസിനാണ്. ഈ അഭിഷേക് ബാനർജിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവളുടെ പേരെങ്ങനെയായിരുന്നു, അതിഥി ഗ്യാൻ. അവരും ലയണൽ മെസ്സിയോടൊപ്പം സെൽഫി എടുക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പിന്നീട് അനൂപ് വിശ്വാസ്, അവിടുത്തെ വെസ്റ്റ് ബംഗാൾ ഒരു മിനിസ്റ്ററാണ്. പിന്നെ സ്വരൂപ് വിശ്വാസിന്റെ 2 പെൺമക്കള്. അങ്ങനെ പേരെടുത്ത് പറയാൻ നിൽക്കുകയാണെങ്കിൽ കുറേ ആളുകളുടെ പേരെടുത്ത് പറയണം. സോ തൃണമൂൽ കോൺഗ്രസിന്റെ അധികാര ശ്രേണിയിലിരിക്കുന്ന കുറേ ആളുകൾ അവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനെയും അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനത്തിനെയൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ട് കയറി മേഞ്ഞു. അങ്ങനെയാണ് മോബ് വയലൻസിലേക്ക് കാര്യങ്ങൾ പോയത്. മോബ് വയലൻസ് ഉണ്ടാവാൻ കാരണം ഇത്തരത്തിലുള്ള അധികൃതരുടെ തെണ്ടിത്തരങ്ങൾ തന്നെയാണ്. സോ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുടെയും അനുചരന്മാർ ചേർന്നിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അല്ലാതെ മൊത്തം ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും തലയിലേക്ക് ഇതിട്ട് കൊടുക്കേണ്ട. ബംഗാളികളുടെ മോബ് വയലൻസിനെ ഇളക്കി വിടുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് തൃണമൂലും മമതയുമാണ്.